വിളക്കുമരം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2 മാസങ്ങൾക്ക് മുമ്പ് SSLC +2 റിസൾട്ടെല്ലാം വന്ന സമയം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോന് വലിയ മാർക്കൊന്നുമില്ല എങ്കിലും വിജയം കരസ്ഥമാക്കി. കുറേ വർഷങ്ങളായി എൻ്റെ ഈ സുഹൃത്ത് എന്നോട് പറയാറുണ്ടായിരുന്നു, മാഡം റിസൾട്ട് വരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, മോന് അധികം പഠിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ മിടുക്കനാണ്, അവൻ പഠിച്ച് കയറിക്കോളും. പിന്നെ 10 വർഷം കഴിയുമ്പം ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത് മുകളിലിരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് ഈ ഓരോ ചെറിയ മാർക്കിലും ഒത്തിരി പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല, അവൻ തീർച്ചയായിട്ടും ഇത് കടന്നു പോയിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പം ജസ്റ്റ് പാസ്സാണ്, വലിയ മാർക്കൊന്നുമില്ല, അടുത്ത ഒരു സെക്ഷനിലോട്ട് കടന്നു പോകണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് അവൻ പാസ്സായെന്ന് കേട്ടപ്പോൾ 2 പേരുണ്ടായിരുന്നു കേട്ടോ, 2 സുഹൃത്തുക്കളുടെ മക്കളുണ്ടായിരുന്നു. ചെറിയ സമ്മാനമാണ്, വലിയ വിലയൊന്നുമില്ല, എങ്കിലും അത് പൊതിഞ്ഞ് ഒരു ഗിഫ്റ്റ് റാപ്പറിലെല്ലാം പൊതിഞ്ഞ് ഞാൻ എൻ്റെ ഈ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തയക്കുകയുണ്ടായി. മോനോട് പ്രത്യേകം പറയണം, എൻ്റെ വക എല്ലാ കൺഗ്രാജുലേഷൻസും പറയണം. ഞാൻ പിന്നെ അത് മറന്നുപോയി. മറ്റേ സുഹൃത്തിൻ്റെ കയ്യിൽ മോൾക്കും ഒരു സമ്മാനം കൊടുത്തു വിടുകയുണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മാഡം അവന് തിരിച്ച് ഒരു മെസ്സേജ് മാഡത്തിനിടും, മാഡം അത് ശ്രദ്ധിച്ചോണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അന്ന് വൈകുന്നേരം എനിക്കൊരു മെസ്സേജ് വരികയാണ്, ആൻറ്റി ഒരുപാട് നന്ദിയുണ്ട്, സ്വന്തം കുടുംബക്കാർ പോലും എനിക്കൊരു സമ്മാനം തരാതിരുന്ന സമയത്ത് എനിക്ക് ലഭിച്ച ഈ ചെറിയ സമ്മാനം ഞാൻ ഏറെ വിലമതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമ്മാനങ്ങളുടെ മൂല്യം അതൊന്ന് വേറെ തന്നെയാണ്. ഞാൻ കൗൺസിലിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം ഏറെ ശ്രദ്ധിക്കാറുണ്ട്. ചെറിയൊരു അംഗീകാരമായി നമ്മുടെ ചുറ്റും നോക്കിയാൽ എന്തെല്ലാം സമ്മാനങ്ങളുണ്ട്. വലിയ വിലയുണ്ടാകണമെന്നില്ല, പക്ഷേ അവരെ ഓർത്ത് പ്രത്യേകമായിട്ട് വാങ്ങിക്കൊടുക്കുന്ന ആ വസ്തു എന്തുമാത്രം പ്രിയപ്പെട്ടതായിരിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? പ്രത്യേകിച്ചും ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നന്നായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ സമ്മാനങ്ങൾ കൊടുക്കുന്നത് വർഷങ്ങൾക്ക് ശേഷവും അവർ പറയാറുണ്ട്, മാഡം അന്ന് മാഡം എനിക്ക് തന്ന കപ്പുണ്ടല്ലോ, ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയപ്പോഴെല്ലാം ഞാനതെൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ പെട്ടിയിൽ കൊണ്ടു നടന്നു. പ്രിയപ്പെട്ടവരെ, ഈയിടെ 2000 ആണ്ടിൽ പഠിപ്പിച്ച ഒരു ബാച്ച് സ്റ്റുഡൻസിനെ ഇത്രയും നാളുകൾക്ക് ശേഷം കാണാനിടയായി. അവരുമായിട്ട് ഞങ്ങളൊരു റിസോർട്ടിൽ കുറച്ച് സമയം ചിലവഴിച്ചപ്പോൾ അവരെനിക്ക് തന്ന ഒരു സാരിയാണിത്. എപ്പോഴും എന്നോട് ചോദിക്കും, ഏകദേശം 1 വർഷത്തോളമായി. ഞാൻ പറഞ്ഞു, തീർച്ചയായും ഞാൻ ഈ സാരി കൊടുത്ത് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എന്ന് വാക്ക് കൊടുത്തിരുന്നു. അതിൻ പ്രകാരം ഈ സാരി ഞാൻ ഏറെ വിലമതിക്കുന്നു. കാരണം ഒരു സ്ഥാപനത്തിൽ പ്രിൻസിപ്പലായി ചേർന്നപ്പോൾ അന്നുണ്ടായിരുന്ന 20 ആദ്യത്തെ ബാച്ച് സ്റ്റുഡൻസിനെയാണ് ഇത്രയേറെ വർഷങ്ങൾക്ക് ശേഷം അവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി, എന്നാൽ ഒത്തുകൂടലിൻ്റെ ഇടയിൽ ഈ ഒരു സമ്മാനം എനിക്ക് തന്നത് അത്രയും നെഞ്ചോട് ചേർത്ത് വിലമതിക്കുന്നു. തീർച്ചയായും ആ ഒരു ബാച്ച് സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പഠിപ്പിച്ച ഫസ്റ്റ് ബാച്ച് നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെ ഈ സമ്മാനം, ഈ വീഡിയോ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. മാത്രമല്ല, ഞാൻ പോയപ്പോൾ അവർക്കെല്ലാവർക്കും ചെറിയ ചെറിയ സമ്മാനങ്ങളുമായിട്ടാണ് പോയത്. അത് തീർച്ചയായിട്ടും അവർ വിലമതിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ 2 കൂട്ടരും അറിയാതെയാണ് ഈ സമ്മാനങ്ങളുമായിട്ട് ഞാൻ അങ്ങോട്ട് കടന്നു ചെന്നു. അവർ ഈ സമ്മാനം എനിക്കായിട്ട് ഒരുക്കിയിരുന്നു. പ്രിയപ്പെട്ടവരെ, വില കുറവാണെങ്കിലും സമ്മാനങ്ങൾ എപ്പോഴും സന്തോഷം പകരുന്നത് തന്നെയാണ്. അതിൻ്റെ മൂല്യം ലഭിക്കുന്ന ആൾ എന്തുമാത്രം അത് വിലമതിക്കുന്നു എന്നതാണ്. അല്പം കൂടെ മറ്റുള്ളവരെ ഒന്ന് സ്നേഹത്തോടെ കരുതാനും, ആരുമായിക്കൊള്ളട്ടെ, ഒരു സമ്മാനം ഹൃദയം നിറഞ്ഞ് കൊടുക്കാനും അത് വാങ്ങുമ്പോഴുള്ള സന്തോഷം കാണാനും അനുഭവിക്കാനും ഇടയാകുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ.
ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എന്നും വിനീതമായി അപേക്ഷിച്ചുകൊണ്ട്